ഹലോ ഡിയേഴ്സ്, ഇതാണ് ഉത്രാളിക്കാവിൽ പോകുന്നതിൻ്റെ ലാസ്റ്റ് പാർട്ട്. അങ്ങനെ വെടിക്കെട്ട് കാണാനായിട്ട് രാത്രി ഒരുങ്ങി പോവാണ്. 7 മണി എന്തോ കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ 8:30-9 മണിയായിരുന്നു ടൈം പറഞ്ഞിരുന്നത് വെടിക്കെട്ടിൻ്റെ. നല്ല ആളുണ്ടായിരുന്നു ചെന്നപ്പോൾ തന്നെ. കാരണം എല്ലാ കൊല്ലവും നടന്നു വരുന്നതായതുകൊണ്ട് എല്ലാവരും നേരത്തെ അവരവർക്കുള്ള സ്ഥാനം പിടിച്ചിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഇതെന്താ എങ്ങനെയാണെന്നറിയില്ല. വെടിക്കെട്ടെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ നാട്ടിലുത്സവത്തിനും വെടിക്കെട്ടുണ്ടല്ലോ. അപ്പോൾ ഇവർ ഇത്ര സംഭവമായിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇവൻ പിന്നെ ഇവൻ്റെ വാച്ചിൻ്റെ അകത്ത് ഇങ്ങനെ പല തീമുണ്ടെന്ന് കാണിച്ചു തരികയാണ്. 7:30 മണിക്കാണ് വെടിക്കെട്ട് തുടങ്ങുമെന്ന് പറഞ്ഞത്. പക്ഷെ 9 മണി കഴിഞ്ഞിട്ടും തുടങ്ങിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവനുള്ളത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കാരണം നമുക്ക് ടൈം പോയതേ അറിഞ്ഞില്ലായിരുന്നു. അവൻ്റെ നാട്ടിലെത്തി ഞങ്ങളെ അവൻ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആ പരിപാടി അങ്ങോട്ട് തുടങ്ങി. ഉത്രാളിക്കാവിൽ വെടിക്കെട്ട് തുടക്കത്തിൽ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നിയില്ല. സാധാ നമ്മുടെ വെടിക്കെട്ട് പോലെ. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് കൂട്ടിങ്ങനെ വിരിഞ്ഞൊന്നും പോകുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവനെ കളിയാക്കാൻ ഏതാണോ വെടിക്കെട്ട് എന്ന് കളിയാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഭാവം അങ്ങോട്ട് മാറാൻ തുടങ്ങി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതായി. കാരണം ദേഹം മൊത്തം വിറച്ച്. ഇതിന് നല്ല സൗണ്ടും ഉണ്ടായിരുന്നു. ഈ പൊട്ടുന്നത് കൂടാതെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ചെവിയും പൊത്തി നിൽക്കുമായിരുന്നു. ഈ ആളുകളൊക്കെ എങ്ങനെ അതിൻ്റെ കീഴിൽ ക്യാമറയും പിടിച്ച് നിന്നെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ ചെവിയും പൊത്തി മാറി തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. അങ്ങനെ ആ വെടിക്കെട്ടിൻ്റെയൊക്കെ ഷോക്ക് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ കുടമാറ്റത്തിനും പിന്നെ നെറ്റിപ്പട്ടവും അങ്ങനെ കുറേ സാധനങ്ങൾ എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കയറി കണ്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ നേരം അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നടന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ. അപ്പം ടൈം ഒരു 12 മണിയായെന്ന് തോന്നുന്നു. ഇത്രയും രാത്രിയിലും അവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. പിറ്റേന്ന് വെളുപ്പിനെയായിരുന്നു ഞങ്ങൾക്ക് എറണാകുളത്തേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ ചെന്നിട്ട് കിടന്നുറങ്ങാം എന്നുള്ള രീതിയിൽ പോയതാണ്. അവിടെ ചെന്നിട്ട് ഉറങ്ങാൻ താമസിച്ച്. ഇതുങ്ങളൊക്കെ ഉറങ്ങണ്ടേ. എന്നിട്ട് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ് കിടന്നിട്ട് ഒരു 2-2:30 ആയപ്പോഴത്തേക്ക് വിശന്നു. അപ്പോൾ എഴുന്നേറ്റുള്ള കലാപരിപാടിയാണ് ഇത്. മുട്ട ഓംപ്ലേറ്റ് എടുത്തിട്ട് ചോറുണ്ണൽ. പിന്നെ ഞങ്ങൾക്ക് ട്രെയിൻ 6 മണിക്കായിരുന്നു. ഞങ്ങൾ 5:30 ആയപ്പോഴേ അവിടെ എത്തി. ഇതൊക്കെ ഏത് യുഗത്തിലാണ് താമസിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ആ ഉറക്കം കിട്ടാതെ രാവിലെ എണീറ്റ് വന്നിരുന്ന് വാലിട്ട് കണ്ണെഴുതുവാണ് അവൾ. ഒന്നും പറയാൻ വയ്യാത്തതുകൊണ്ട് ഞാനതൊരു പുഞ്ചിരിയോടെ അങ്ങ് തീർത്തു. ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. സീറ്റ് കിട്ടാൻ ലേറ്റായി. പിന്നെ ക്ഷീണം ഉണ്ടെങ്കിൽ ഓഫീസിൽ കയറിയല്ലേ പറ്റുള്ളൂ. ഇതിന് ശേഷം പിന്നെ തിരക്കിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കൽ നടന്നില്ല. ഓഫീസിലെത്തിയതിന് ശേഷമുള്ളൊരു സ്നാപ്പാണിത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ഡിയർ.